എല്ലാവർക്കും 77ാമത് റിപ്പബ്ലിക് ഡേ ആശംസകൾ. ആദ്യമായി നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ സുരേഷ് IRS അവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് മധുപിള്ള സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രഷറർ ശ്രീ ചന്ദ്രപ്രസാദ്, മറ്റ് ഭാരവാഹികൾ, ഇവിടെ കൂടിയ എല്ലാ എയർ വെറ്ററൻസ് ഫാമിലി, നാട്ടുകാർ എല്ലാവർക്കും സ്വാഗതം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे गाहे तब शुभ आशीष माहे, गाहे तब जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ സുരേഷ് സന്ദർ സാർ, IRS കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ്, നമ്മുടെ അതുകൊണ്ട് തന്നെ എൻ്റെ സീനിയർ വെറ്ററൻസ്, ബഹുമാനപ്പെട്ട സെക്രട്ടറി, നമ്മുടെ ട്രഷറർ, നമ്മുടെ വീരനാരികൾ, എൻ്റെ നല്ലവരായ നാട്ടുകാർ, പല തിരക്കുകളും മാറ്റിച്ച് എല്ലാവരും ഈ ഇന്നിപ്പോൾ 77ാമത്തെ റിപ്പബ്ലിക് ഡേ ആണ്. ഈ റിപ്പബ്ലിക് ദിനത്തിൽ എല്ലാ കുടുംബങ്ങളിലും, എൻ്റെ സീനിയേഴ്സിനും എൻ്റെ ജൂനിയേഴ്സിനും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം നിങ്ങളുടെ മക്കളെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും അറിയത്തില്ല, എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Beloved air veterans, their families, ladies and gentlemen, an excellent morning to all of you. At the outset, I would like to thank profusely from the bottom of my heart the Air Force Association Ernakulam, particularly Madhu Pillai sir and my dear friend Manish, my entry-mate Johnny, for being the reason for me to come here and be with you today. So I'm extremely happy to be here with you all on the most significant day of post-independence India. So this is a day in which our constitution came into effect. And you all know that നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്ത്യയുടെ ഈ തോരായും ബൈബിളും ഖുറാൻ പിന്നെ ഗീതയും എല്ലാമാണ്. നിയമം ബേസിക്കലി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻറ്റഡ് പേർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കുറേ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, ക്യാരക്ടേഴ്സ്. അത് നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേറ്റേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആൻഡ് സിറ്റിസൻസ് ആസ് എ ഹോൾ, എല്ലാവരുടെയും പ്യൂരിറ്റി ഓഫ് തോട്ട് ആൻഡ് their commitment and their ownership, sense of belonging and the sense of unity and the discipline and the commitment for discharging their duties and liabilities.
These are the things that are very, very important for any law to have its intended purpose. Now, the million-dollar question we must be asking is, are we living up to this expectation? It's a big question. I think every day we must ask ourselves. ഈ കഴിഞ്ഞ ഡിസംബറിൽ ഞാനും ഫാമിലിയും കൂടെ ജപ്പാനിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു വിസിറ്റ്. അത് റെലവൻ്റ് ആണ്, അതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ജപ്പാൻ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻ ദി വേൾഡ്. എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഹ്യൂമൻ ബീയിങ്സ് ആരാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ദാറ്റ്സ് ജാപ്പനീസ്. എന്തുകൊണ്ടാണ്? ഐ വിൽ ഷെയർ ഇഫ് യു എക്സ്പീരിയൻസ്. വൺ ഓഫ് ദി മോസ്റ്റ് ഡിസിപ്ലിൻഡ് പീപ്പിൾ ഇൻ ദി വേൾഡ്. അവർ റോഡ് സൈഡിൽ പേയ്മെൻറ്റ്സിൽ നടക്കുമ്പോൾ പോലും ഇടതുവശം ചേർന്ന് മോസ്റ്റ്ലി ഒരു ലൈനാണ് നടക്കുന്നത്. ഞങ്ങളങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു 4-5 വയസ്സായ ഒരു കൊച്ചു പയ്യനങ്ങ് അപ്പർ സൈഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ്. അപ്പോൾ സമ പിള്ളേരല്ലേ, ഹി ജംപ്ഡ് ഇൻ ടു ആർ സൈഡ്. ഞങ്ങളുടെ ഇങ്ങനെ ഫ്രണ്ട് ടു ഫ്രണ്ട് വന്നു. He realized his mistake and then he stood there and he felt sorry. He stood like that. That was the expression he expressed, I am sorry, and then he waited till we passed. Then he went back. 5 വയസ്സായ കുട്ടിയെന്ന് ആലോചിക്കണം, അവനെ ഇത് ചെയ്ത്. ബസ് അതുപോലെ തന്നെ ബസ്സിൽ നമ്മൾ അത് കയറുമ്പോഴത്തേനും ദി ഡ്രൈവർ വിൽ സേ താങ്ക് യു. വെളിയിൽ ഇറങ്ങുമ്പോഴും വിൽ സേ പ്രൊഫ്യൂസ്ലി ദേ വിൽ താങ്ക് അസ്. പാസഞ്ചേഴ്സും അങ്ങനെ വണ്ടിയിൽ ഇറങ്ങിയതിന് ശേഷം സ്റ്റാൻഡ് ചെയ്യാൻ അരികാത്തോ അവർ താങ്ക് യു പറഞ്ഞിട്ടേ പോകുള്ളൂ. അത്രയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു ജനതയാണ്. ഒരു പ്രൊഫസർ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരത്തിൻ്റെ വൈഫ് പറഞ്ഞൊരു ഇൻസിഡൻ്റ് ആണ്. ഷി വാസ് ഡ്രൈവിംഗ് ഇൻ ജപ്പാൻ ഫോർ ലാസ്റ്റ് 7 years. 7 വർഷമായിട്ട് പുള്ളിക്കാരത്ത് വണ്ടി ഓടിക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഹോൺ അടിച്ചിട്ടുള്ളൂ. ഹോൺ അടിച്ച് ആ സ്ത്രീ വണ്ടി ഓടിച്ചിട്ട് ഒരൊറ്റ പ്രാവശ്യം. അതായത് റോഡിൽ അത്ര ഡിസിപ്ലിൻ, അവിടെ ഹോൺ അടിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലൈക്ക് പുള്ളിക്കാരൻ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വഴി രാത്രി 10 മണിക്ക് ഞങ്ങളെ കൂടെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എൻ ഓട്ടോമേറ്റഡ് ബാരിയർ അവിടെ എൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ യൂണിവേഴ്സിറ്റി മൂവിങ് ഒരു സീക്കിനൊരു സെക്യൂരിറ്റി ഗാർഡ് വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് ഹൊക്കൈഡോ സ്ഥലം -5 ഡിഗ്രി, രാത്രി 10 മണി, കംപ്ലീറ്റ് സ്നോ, സ്റ്റിൽ സ്നോ. നോർമലി സെക്യൂരിറ്റി ഗാർഡ്സ് അവിടെ ഒരു ക്യാബിനകത്ത് didn't do that. ആ സെക്യൂരിറ്റി ഗാർഡ് അതിൻ്റെ ഷവൽ എടുത്തിട്ട് he was clearing the snow. -4 ഡിഗ്രി അവൻ ചെയ്യുന്ന കാര്യമില്ല. So that is the commitment that they have towards the work. That is the reason probably the Japanese are the best. So ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു 50% ഉണ്ടെന്നും ജീവിതത്തിൽ പ്രാബല്യം ആക്കുന്നവരുമാണ് പട്ടാളക്കാരെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ വി ഹാവ് ടു ലീഡ് ദി വേ. ഈ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ആരും विचारिकंड क्योंकि मजरूर सुल्तानपुरी साहब ने एक शेर बोला है, मैं आपको भी कह देता हूँ। मैं अकेला ही चला था जानिबे मंजिल, मैं अकेला ही चला था जानिबे मंजिल, लेकिन लोग साथ आते गए, कारवा बनता गया. യൂസ്വലി അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. യാത്രയിൽ ഇങ്ങനെ ആൾക്കാർ വന്നു അതൊരു വലിയൊരു പ്രൊസഷനാണ്. ഇറ്റ് ഹസ് ബിക്കം എ ബിഗ് ഘോഷയാത്ര. So start here. I firmly believe that we all have that in it. So let's do it. Once again, I thank you all for giving me this opportunity and wish you all a very, very happy Republic Day. Thank you so much. Jai Hind. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മധുല സാർ, ചീഫ് ഗസ്റ്റ് സുരേഷ് സാർ IRS, ചീഫ് കോർഡിനേറ്റർ മോത്ത സാർ, സീനിയർ വെറ്ററൻസ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് കുടുംബാംഗങ്ങളെ, നമ്മുടെ ലീഡേഴ്സുണ്ട്, അസോസിയേഷൻ പ്രതിനിധികളുണ്ട്, എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഫോർമാലിറ്റിയുടെ പേരിലാണെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബഹുള്ള സാറിന് എൻ്റെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാ തിരക്കുകളും മറ്റ് നമ്മുടെ പരിപാടികളിൽ വന്നിട്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് സാർ IRSന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ എത്തിച്ചേർന്ന എല്ലാ സീനിയർ വെറ്ററൻസിനും കുടുംബാംഗങ്ങൾക്കും മറ്റ് എല്ലാവർക്കും നന്ദി അറിയിച്ചും ചുരുക്കുന്നു.